എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്ന് നമ്മളൊരു ഉച്ചക്കത്തെ ഒരു ചോറും കറിയൊക്കെയാണ് ഈ വീഡിയോയിലൂടെ കാണിക്കുന്നത്. അപ്പോൾ ഇന്ന് കറിക്ക് സ്പെഷ്യലായിട്ടുള്ളത് മീനാണ്. മോതയും മത്തിയായിരുന്നു കേട്ടോ. അപ്പോൾ മോത മീൻ തേങ്ങ അരച്ച് ചാറ് വെക്കാൻ പോവാണ്. മത്തി കുറച്ച് വറക്കാനൊക്കെ എടുത്തിട്ട് ബാക്കിയൊന്ന് ഫ്രിഡ്ജിലേക്ക് വെക്കുവാണേ. അപ്പം മീനൊക്കെ ഫ്രിഡ്ജിലേക്ക് ഇങ്ങനെ വെക്കുന്ന സമയത്ത് കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് അതിങ്ങനെ വെക്കുവാണെങ്കിൽ ആ മീൻ നല്ല ഫ്രഷ് ആയിട്ട് അങ്ങ് ഇരുന്നോളും. അടുത്തതായിട്ട് ഇനി നമ്മൾ മീൻ കറിക്ക് വേണ്ടി കുറച്ച് തേങ്ങ ചിരണ്ടാൻ പോവാണ്. ഒരു അരമുറി തേങ്ങായോളം ചിരണ്ടി എടുക്കുന്നുണ്ട് കേട്ടോ മീൻ കറിക്ക് വേണ്ടിയിട്ട്. അത് കഴിഞ്ഞ് പിന്നെ മീൻ കറിക്ക് ആവശ്യമായിട്ടുള്ള കുറച്ച് കറിവേപ്പില എടുക്കാനായിട്ട് ഇതാ പുറവശത്തേക്ക് പാറുക്കുട്ടി പോയിട്ടുണ്ട്. നമ്മുടെ വീടിൻ്റെ മുറ്റത്തൊരു ചെറിയ അതേന്ന് വീട്ടിന് ആവശ്യമായിട്ടുള്ള കറിവേപ്പിലൊക്കെ കിട്ടും. ഇപ്പം മീൻകറിക്ക് ആവശ്യമായിട്ടുള്ള തേങ്ങ ചിരണ്ടി എടുത്തു. പിന്നെ മല്ലിപ്പൊടി, മുളക് പൊടി, എരിവുള്ളതും എരിവില്ലാത്തതും, മഞ്ഞൾപ്പൊടി ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് അരച്ച് പേസ്റ്റാക്കി എടുത്തു. അടുത്ത അടുപ്പയിലേക്ക് കുറച്ച് മീൻ വറക്കാനായിട്ടും വെച്ചു. ഇനി മീൻകറിയും വെക്കാൻ പോവാണേ. ചട്ടി വെച്ചു. എണ്ണ ചൂടായി കഴിയുമ്പോഴത്തേനും ഉലുവായും കടുകും പൊട്ടിക്കണം. മീൻകറിക്കായിട്ട് വെച്ചിരിക്കുന്ന ഇഞ്ചിയുണ്ട്, വെളുത്തുള്ളി, കുറച്ച് തക്കാളി, കറിവേപ്പില ഇതെല്ലാം കൂടെ അങ്ങ് പിന്നെ നമുക്കിത് നല്ലപോലെ ഒന്ന് വഴറ്റി കൊടുക്കാം. അപ്പം നമ്മുടെ മീനൊക്കെ ഒന്ന് ഫ്രൈ ആയി വന്നിട്ടുണ്ട്. അപ്പുറത്തെ സൈഡൊന്ന് മറിച്ചിടുവാണേ. അരച്ച് വെച്ചിരിക്കുന്ന അരപ്പെടുത്ത് നമുക്ക് ഇതിനകത്തോട്ട് ചേർത്ത് കൊടുക്കാം. കാശ്മീരി ചില്ലിയും എരിവുള്ള മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും മല്ലിപ്പൊടിയും തേങ്ങയും കൂടെ അരച്ച ആ ഒരു അരപ്പ്. അരപ്പൊക്കെ നമ്മൾ ഇട്ട് കൊടുത്തേ. നമ്മൾ അരച്ച അരപ്പില്ല, അത് നല്ലപോലെ ഇട്ടിട്ട് നന്നായിട്ട് നമുക്കൊന്ന് വഴറ്റി അതിൻ്റെ പച്ചമണം ഒന്ന് ചെറുതായിട്ട് മാറ്റിയെടുക്കാവേ. അപ്പോൾ മീനിൻ്റെ ചട്ടിയിലേക്ക് ഇടാം ഈ അരപ്പിനെ എടുത്ത്. അതിന് ശേഷം നമുക്ക് മിക്സിയിലെ ജാറിനകത്തേക്ക് വെള്ളം ഒഴിച്ചിട്ട് അരപ്പിൻ്റെ ബാക്കി ഉണ്ടായിരുന്ന എല്ലാം കൂടെ അതിനകത്തേക്ക് അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ആ വെള്ളം നമുക്കിതിനകത്തേക്ക് പുളി ഇട്ട് കൊടുക്കാം. കുടംപുളിയാണ്. ഇനി അതും കൂടി ഇട്ട് അതിനകത്തേക്ക് ഉപ്പിട്ട് കൊടുക്കാവേ. കണക്കിന് ഉപ്പിട്ട് കൊടുക്കും. അങ്ങനെ നമുക്ക് നമ്മുടെ മീൻ കറീനെ ഇനി വേവിച്ചെടുക്കാം. അപ്പോൾ ഉപ്പും പുളിയൊക്കെ ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് നല്ലോണക്ക് വെന്ത് വരട്ടെ. അടച്ചു വെച്ച് വേവിക്കാം. ഇതായി തിളച്ച് വരുന്നുണ്ട് കേട്ടോ. നമ്മുടെ മീൻകറി ഇവിടെ റെഡി ആയിക്കൊണ്ടിരിക്കുന്നു. അച്ഛൻ വന്നപ്പോൾ കുറച്ച് സാധനങ്ങളൊക്കെ കൊണ്ടുവന്നപ്പോൾ അതെന്നാന്ന് നമുക്ക് നോക്കാമേ. ഐസ്ക്രീം ആണ് കൊണ്ടുവന്നേ. മാംഗോ ഐസ്ക്രീം പിന്നെ വൈകുന്നേരം കാപ്പിക്ക് വേണ്ടിയിട്ട് കുറച്ച് സാൻഡ്വിച്ച് അപ്പോൾ ഇതാ മേടിച്ചോണ്ട് വന്നത് സുഖിയൻ. അപ്പം മീൻകറിക്ക് ഇവിടെ നല്ലപോലെ തിളച്ച് വന്നിട്ടുണ്ട്. അങ്ങനെ അതൊക്കെ റെഡിയായി വന്നു. അപ്പോൾ നമ്മൾ ഉപ്പും ഒക്കെ നോക്കി, നല്ല ടേസ്റ്റൊക്കെ ഉണ്ട്. എല്ലാം ഉപ്പും പുളിയൊക്കെ പിടിച്ചു കേട്ടോ. ഇനിയിപ്പം നമ്മൾ ചോറുണ്ണാനായിട്ട് പോവാണ്. അപ്പോൾ ഇന്നത്തെ കറി എന്ന് പറഞ്ഞാൽ മീൻകറി, മീൻ വറുത്തതും പിന്നെ ചക്ക വേവിച്ചതും ഇതാണ് മെയിൻ കറികൾ. ഇത്രയേ ഉള്ളൂ. ചോറുണ്ണാ അമ്മച്ചീനെ വിളിച്ചോണ്ട്. അപ്പം ഞാൻ ചോറ് അങ്ങനെ എടുത്തില്ല, ചക്കപ്പുഴുക്ക് എടുത്തായിരുന്നു. നല്ല ചക്കപ്പുഴുക്കായിരുന്നു. നമ്മുടെ വീടിൻ്റെ അടുത്തുള്ളൊരു പ്ലാവിൽ നിന്ന് എടുത്ത് കിട്ടിയതാണ്. നല്ല വരിക്കയായിരുന്നു, അതുകൊണ്ട് നല്ല ടേസ്റ്റുള്ള ചക്കപ്പുഴുക്കായിരുന്നു. പിന്നെ നല്ല മുളക് അരച്ചതുണ്ടായിരുന്നു, അതും ചേർത്ത് മീൻകറിയൊക്കെ കൂട്ടി ഞാനും കഴിച്ചു, എല്ലാവരും കഴിച്ചു. അങ്ങനെ പിന്നെ ഞങ്ങൾ ഐസ്ക്രീം ഉണ്ടായിരുന്നു, അതും കഴിച്ചു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഈ വീഡിയോ തീർന്നു കേട്ടോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യണേ, സപ്പോർട്ട് ചെയ്യണേ. മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം. ഹായ്.